വളരെ വേദനയോടെയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ഭീകരമായ മനുഷ്യത്വ ഹത്യ, ഭീകരമായൊരു ജനോസിഡ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോകാറുണ്ട്, ഈ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ കാലം പോലും എത്രമേൽ ഭീകരവും എത്രമേൽ അഭിശപ്തവുമാണ് എന്ന് തോന്നിപ്പോകാറുണ്ട്. ഈ സമയത്തൊരു വിരലനക്കാൻ പോലും സാധിക്കാതെ പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു, അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മാറോട് അണച്ചു പിടിച്ചു നിൽക്കുന്ന നേരത്ത് ബോംബിങ്ങിൽ ചിതറിത്തെറിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദോഹയിലെ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ കണ്ട 2 കാഴ്ചകൾ അൽ ജസീറ TV-യിലൂടെ കണ്ടപ്പോൾ അതിൻ്റെ ഭീകരത ഞാൻ വല്ലാതെ ഇങ്ങനെ ആലോചിച്ചു പോയി. ഒന്ന്, 2 കാലുകളും അറുത്തുമാറ്റപ്പെട്ടു, തുടയല് മുതൽ അറുത്തുമാറ്റപ്പെട്ടിട്ട് അഭിനന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അഭിനന്ദനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും എല്ലാം നമ്മുടെ സദസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. തുടയല് മുതൽ 2 കാലും അറുത്തുമാറ്റപ്പെട്ടു, 2 കൈകളും അറുത്തുമാറ്റപ്പെട്ട ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഹോസ്പിറ്റലിലെ ബെഡിൽ കിടക്കുന്നു. ആ പെൺകുട്ടിയുടെ അടുത്ത് അതിൻ്റെ അമ്മ ഇരിക്കുന്നുണ്ട്, മാതാവ് ഇരിക്കുന്നുണ്ട്. മാതാവിൻ്റെ മടിയിലൊരു ആൺകുട്ടിയും അതുപോലെ തന്നെ കിടക്കുന്നു. ആ ആൺകുട്ടിയും ഈ ബോംബിങ്ങിൽ ചിതറിത്തെറിച്ചു പോയിട്ടുള്ള ശരീരഭാഗങ്ങൾ ചോരപ്പാടുകളുമായി നിൽക്കുന്ന കാഴ്ചയാണ്. ആ അമ്മ, ആ മാതാവ് ഈ പെൺകുട്ടിയുടെ കയ്യിലും ഈ പെൺകുട്ടിയുടെ ശരീരത്തിലും അതോടൊപ്പം തന്നെ ഈ മാറിടത്തിലേക്ക് ഈ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചു നിർത്തുന്നു. ഞാൻ ആ കാഴ്ച കണ്ടപ്പോൾ ആലോചിച്ചത്, ഈ അറബിക്കടൽ മുഴുക്കെ കണ്ണുനീരായാലും ആ ഉമ്മയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന അലകടൽ പോലെയുള്ള സങ്കടത്തിന് പകരമാകാൻ സാധ്യമാകില്ല എന്നതാണ്. ഞാൻ മറ്റൊരു കാഴ്ച കണ്ടത്, ഇവിടെ ഞാൻ ബഹുമാന്യനായ സമദാനി സാഹിബിനോട് പറയുകയായിരുന്നു, ഒരു 9-10 വയസ്സുള്ള ഒരു പൊന്നുമോൻ അവനവൻ്റെ കുഞ്ഞു പെങ്ങളെ തലയിലേറ്റിയിട്ട് ഓടുന്ന രംഗമാണ്. തലയിലേറ്റി ഓടുന്ന രംഗം, ഏതോ അതിർത്തികളിലേക്ക് ആ കുഞ്ഞിങ്ങനെ പാദരക്ഷ പോലുമില്ലാതെ മണൽക്കാട്ടിലൂടെ ഓടുമ്പോൾ അവൻ അലറിക്കരയുന്നുണ്ട്, അവൻ നിലവിളിച്ചാർക്കുന്നുണ്ട്. പക്ഷേ ആ നിലവിളികളൊന്നുപോലും കേൾക്കാത്ത പോലെ നിസ്സംഗമായി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു കുഞ്ഞാണ് 3-4 വയസ്സുള്ള ആ പെൺകുട്ടി. അവരുടെ ഉമ്മയും അവരുടെ വാപ്പയും അവരുടെ സഹോദരന്മാരും മറ്റു ബന്ധുമിത്രാദികളും കൊല്ലപ്പെട്ടു പോയേക്കാം. എന്താണ് ഈ ഭൂമിയിൽ നടക്കുന്നതെന്ന് പോലും അറിയാത്ത ആ നിഷ്കപടമായ മുഖം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് എത്രമേൽ ക്രൂരമാണ്, എത്രമേൽ ഭീകരമാണ് ഗസ എന്ന് പറയുന്ന കൊച്ചു മുനമ്പിൽ മനുഷ്യരാശിയെ മുഴുക്കെ ഏറ്റവും വലിയ കുറ്റബോധത്താൽ തലതാഴ്ത്തുന്ന വിധം കാണുന്നത് എന്ന് നാം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വളരെ ചെറിയ ഒരു സ്ഥലം, മഹാനായ ഇമാം ഷാഫിയെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് ജന്മം നൽകാൻ സാധിച്ച ഗസ, ചരിത്രപരമായി അതിൻ്റെ പൗരാണികമായിട്ടുള്ള തലങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. പക്ഷേ അത്രമേൽ മാനവ സംസ്കൃതിയോട് തൊട്ടുനിൽക്കുന്ന, അതിൻ്റെ വൈജ്ഞാനികവും ആത്മീയവുമായിട്ടുള്ള അതിൻ്റെ ചരിത്രത്തോട് ചേർന്നു നിൽക്കുന്ന ഒരു മനോഹരമായ ഭൂസ്ഥലം. ആ ഭൂതലത്തോട് ചേർന്നു നിൽക്കുന്നതാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാഗേഹം. പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പോലെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. ചുറ്റുവട്ടവും പ്രശാന്ത സുന്ദരമാകും വിധം, ചുറ്റുവട്ടവും കൂടുതൽ പ്രശാന്തമാക്കി തീർക്കുന്ന വിധം നാം അലങ്കരിച്ചിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള അഖ്സ പള്ളിയിലേക്കാണ് പരിശുദ്ധ പ്രവാചകന്റെ രാപ്രയാണം നടത്തിയത് മസ്ജിദുൽ ഹറമിൽ നിന്ന് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോൾ, അത്രമേൽ മാനവ സംസ്കൃതിയുടെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം, ആ ഭൂമിക, ആ സംസ്കാരങ്ങളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. നിരന്തരം കുഞ്ഞു പൈതങ്ങളുടെ ചോര കൊണ്ട് കുതിർന്നുകൊണ്ടേയിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഒക്ടോബർ 7 ഒരു ഭരണാധികാരിയുടെ പ്രസംഗം ഇങ്ങനെയായിരുന്നു: ഗോ ടു അമാലേക്കിറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പോകണം. അതായത് ഒരു കാലത്തെ പലസ്തീനിയൻ സമൂഹത്തെയാണ് അമാലേക്കിറ്റ്സ് എന്ന് പറയുന്നത്. അവരുടെ അടുക്കലേക്ക് പോകണം. എന്താ ചെയ്യേണ്ടത്? ഡിസ്ട്രോയ് ദം ഓൾ, അവരെ മുഴുക്കെ നശിപ്പിച്ചേക്കണം. പുട്ട് ദം ടു ഡെത്ത്, മെൻ, വിമൻ, ചിൽഡ്രൻ, ഇൻഫൻസ്. അങ്ങനെയാണ് ആ പ്രസംഗം പോയത്. അതൊരു പ്രത്യേക സൂക്തവും കൂടിയാണ്. ബൈബിളിലെ ഒരു പഴയ നിയമത്തിലെ സൂക്തമെടുത്ത്
അതിൻ്റെ പ്രത്യേക സന്ദർഭങ്ങളുണ്ടാകാം, ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ ആ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസംഗം. അദ്ദേഹത്തിൻ്റെ സൈനികാംഗങ്ങളോട് പ്രസംഗിക്കുകയാണ്. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊന്നേക്കണമെന്ന് മാത്രമല്ല, ചിൽഡ്രൻ, കുട്ടികളെ കൊല്ലണം, ഇൻഫൻസ്, മുല കുടിക്കുന്ന അമ്മിഞ്ഞപ്പാൽ നുകരുന്ന കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞേക്കണം എന്ന് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം ഇന്ന് യാഥാർത്ഥ്യവൽക്കരിക്കുന്ന കാഴ്ചയുടെ ദുരന്തത്തിൻ്റെ മുമ്പിൽ നിന്നാണ്, നെഞ്ചു പൊട്ടിയിട്ടാണ് ഈ സമൂഹം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് 2 രാജ്യങ്ങളായി മാറുക എന്നത് പോലും അനീതിയായിരുന്നു ഒരു കാലത്ത്. എന്തുകൊണ്ടെന്നാൽ ആ സമയം മുഴുക്കെയും അറബികൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെതായിരുന്നു പലസ്തീൻ എന്ന് പറയുന്ന വിശാലമായ ഭൂമിക. ആ വിശാലമായ ഭൂമികയിൽ ഉണ്ടായിരുന്ന അറബികൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമൊന്നും ആയിരുന്നില്ല. അവിടെ ക്രൈസ്തവരുണ്ട്, അവിടെയും അവിടെ തന്നെ പിറന്നു വീണ ജൂതന്മാരുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രഗത്ഭനായ ബാപ്പുജി പറഞ്ഞത്, പലസ്തീൻ ബിലോങ്സ് ടു അറബ്സ്. പലസ്തീൻ തീർത്തും അത് മുഴുക്കെ അറബികളുടേതാണ്. ഇൻ ദ സെയിം സെൻസ് ഫ്രാൻസ് ബിലോങ്സ് ടു ഫ്രഞ്ച്, ബ്രിട്ടൻ ബിലോങ്സ് ടു ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയാണോ ബ്രിട്ടൻ, ഫ്രാൻസുകാർക്ക് എങ്ങനെയാണോ ഫ്രാൻസ്, അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ അറബികൾക്ക് ഈ പലസ്തീൻ പ്രദേശം എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാ വിഭാഗം ആളുകളും ഉണ്ട്. അവിടെ ക്രൈസ്തവ സഹോദരന്മാരുണ്ട്. ഞാൻ കണ്ട ഏറ്റവും വലിയ മനോഹരമായൊരു കാലം ഞാൻ ഓർക്കുന്നത്, ഈ ഒക്ടോബർ 7 ശേഷം കഴിഞ്ഞ തവണ നടന്ന ക്രിസ്മസ് സമയത്ത് ബത്ലഹേമിലെ പ്രഗത്ഭരായ മതപുരോഹിതന്മാർ കൃത്യമായി തന്നെ പറഞ്ഞു, കുഞ്ഞുമക്കൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കെ ആ കുഞ്ഞുമക്കളെ ഓർക്കാൻ, ആ കുഞ്ഞുമക്കളുടെ ചോര കുതിർന്ന മണ്ണിലിരുന്ന് ഉണ്ണി യേശുവിനെ ഓർക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ ക്രിസ്മസ് മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞു ആ മതപുരോഹിതന്മാർ, ബത്ലഹേമിലെ മതപുരോഹിതന്മാർ. ഏതാ ബത്ലഹേം? ബൈത്തുല്ലഹം എന്ന് പറഞ്ഞാൽ മഹാനായ യേശു, മഹാനായ ഈസാ അലൈഹിസ്സലാം ജനിച്ച നാട്. പരിശുദ്ധ റസൂലിൻ്റെ ഇസ്രായേൽ അവിടെ ചെന്നു നിന്ന് പ്രവാചകൻ സന്ദർശനം നടത്തിയിരുന്നു എന്ന് ചില ഗ്രന്ഥങ്ങളിലെങ്കിലും എഴുതി വെക്കുന്ന വിധത്തിലുള്ള ചരിത്രമുള്ള അത്രമേൽ മനോഹരമായ സ്ഥലം. അവിടെ ആ ബത്ലഹേമിലെ മതപുരോഹിതന്മാരാണ് തീരുമാനമെടുക്കുന്നത്, അങ്ങനെ ഒന്നും വേണ്ട, ഞങ്ങൾക്കിന്ന് ആഘോഷമില്ല, ഞങ്ങൾ മനുഷ്യരാണ്, മനുഷ്യ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന ഈ കാലത്ത് അതേ നിർവാഹമുള്ളൂ എന്നവർക്ക് പറയേണ്ടി വരുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് 947 ഇങ്ങനെ ഒരു ഇസ്രയേൽ എന്ന രാജ്യം സ്ഥാപിതമാകുമ്പോൾ അതിനു നേരെ ഏറ്റവും ശക്തമായി എനിക്കത് സമ്മതിക്കാനാവില്ല എന്ന് പറഞ്ഞയാളാണ് മഹാത്മാഗാന്ധി. അത് തീർത്തും ഇൻഹ്യൂമൻ, തീർത്തും മനുഷ്യത്വരഹിതമാണ്, അത് അനീതിയാണ്. പലസ്തീനിലെ അറബികൾക്കുമേൽ നിങ്ങൾക്ക് വേണ്ടാത്ത, നിങ്ങൾക്ക് അസ്പൃഷ്ടരായ, നിങ്ങൾ മാറി നിൽക്കാൻ പറയുന്ന ജൂതന്മാരെ കൊണ്ടുപോയി അവിടെ എന്തിനു സ്ഥാപിക്കണമെന്ന് ചോദിച്ചത് മഹാത്മാഗാന്ധിയാണ്. എന്തുകൊണ്ടാണ്? യൂറോപ്പിൽ എപ്പോഴും എല്ലാ കാലത്തും ആ അസ്പൃഷ്ടത ഉണ്ടായിരുന്നു. അവിടെ ആൻറ്റി സെമിറ്റിസം ഉണ്ടായിരുന്നു. ഏതാ ഈ ആൻറ്റി സെമിറ്റിസം? ആൻറ്റി സെമിറ്റിസം എന്ന് പറഞ്ഞാൽ ആൻറ്റി ജൂയിസമാണ്. ജൂതന്മാർക്കു നേരെയുള്ള നിരന്തരമായിട്ടുള്ള വെറി പിടിച്ച വിദ്വേഷവുമായി ഒരു കാലത്ത് നിലനിന്നിരുന്നു അവിടെ. അതുകൊണ്ടാണ് പ്രഗത്ഭനായ ഒരു പാസ്റ്റർ, പ്രഗത്ഭനായ ഒരു ക്രൈസ്തവ പാദ്രി അന്ന് ജൂതന്മാർക്ക് എതിരായിട്ട് എഴുതി. അദ്ദേഹം മാർട്ടിൻ ലൂതർ കിങ് ആണ്. മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അല്ല, പക്ഷെ ജർമ്മനിയിലെ ഒരു പാസ്റ്ററാണ്. അദ്ദേഹം എഴുതി, ജൂതനെ അവസാനിപ്പിച്ചു കളയാതിരിക്കുന്നത് പോലും നമ്മൾ ചെയ്ത തെറ്റാണ് എന്ന് എഴുതിയോടത്ത് നിന്നാണ് പിന്നീട് നാസി ജർമ്മനി അങ്ങനെ ഒരു മുദ്രാവാക്യം മുഴക്കിയതെന്ന് കൂടി ആലോചിച്ചാൽ യൂറോപ്പ് ആ അർത്ഥത്തിൽ ജൂതവിരോധത്തിൻ്റെ ഒരു കാലമായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, നിങ്ങളുടെ ജൂതവിരോധത്തിൻ്റെ പേരിൽ അത് അറബികളുടെ തലയിൽ കൊണ്ടുപോയി അല്ല വെക്കേണ്ടത്, അറബികളുടെ മേൽ ഇമ്പോസ് ചെയ്യുകയല്ല വേണ്ടത്, അറബികൾക്കുമേൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് അത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു ബൈബിളിയൻ സിദ്ധാന്തത്തെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഹൃദയത്തിലാണ് സ്ഥാപിക്കേണ്ടത് എന്നായിരുന്നു മഹാത്മാഗാന്ധി. അതൊരു പരിസരത്ത് സ്ഥാപിക്കേണ്ടതല്ല. ആ രീതിയിലാണ് ഇന്ത്യയുടെ നീതിബോധം. അതുകൊണ്ടാണ് ഇന്ത്യ 947 181 റെസൊല്യൂഷൻ UN പാസ്സാക്കുമ്പോൾ ആ UN പ്രമേയം പോലും അംഗീകരിക്കാതെ നിന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്താ പ്രശ്നം? അന്ന് 2 രാജ്യങ്ങളാണെന്ന് പറയാനായിരുന്നു UN ശ്രമിച്ചത്. 2 രാജ്യങ്ങൾ, ഒന്ന് പലസ്തീൻ, മറ്റൊന്ന് ഇസ്രയേൽ. ഇസ്രയേൽ രാജ്യം സ്ഥാപിക്കുക എന്നത് ന്യായയുക്തമായ രാഷ്ട്രീയമല്ല എന്ന ബോധ്യത്തോടു കൂടെയാണ് ഇന്ത്യ പറഞ്ഞത് ആ 181 റെസൊല്യൂഷനെ അംഗീകരിക്കാൻ ഇന്ത്യക്ക് സാധ്യമല്ലെന്ന്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, അന്നത്തെ 181 റെസൊല്യൂഷനിൽ പോലും കുടികൊണ്ടിരുന്ന ഒരു സത്യമുണ്ട്. അത് ഇതാണ്: പലസ്തീൻ ഒരു രാഷ്ട്രമാണ്, പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരിക്കണം. ഇസ്രയേൽ ഒരു രാഷ്ട്രമാകുന്നത് പോലെ പലസ്തീനും.
150ഓളം രാജ്യങ്ങൾ, അംഗരാജ്യങ്ങൾ UN വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണം. ആ സ്വതന്ത്ര രാഷ്ട്രമാകണമെന്ന തീരുമാനത്തിനെതിരായി US പ്രസിഡന്റ് പ്രസംഗിക്കുമ്പോഴും ലോകമാകെയുള്ള മനുഷ്യരുടെ മനസാക്ഷി നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ആ കുഞ്ഞുങ്ങൾക്കു നേരെയുള്ള നരവേട്ട, ആ വംശഹത്യ, ആ ജനോസിഡ് അവസാനിപ്പിക്കണമെന്ന്. അത് അവസാനിപ്പിക്കണമെന്ന തീരുമാനമെടുക്കുക എന്നതാണ് പ്രധാനം. അതിനാണ് ലോക മനസാക്ഷി ഉണർന്നത്. ഞാനൊന്ന് പറയാം, ലോക ചരിത്രത്തിലെമ്പാടും അടിച്ചമർത്തപ്പെട്ടവൻ കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നത് ചരിത്രവിരുദ്ധമായ ഒന്നാണ്, ഒരിക്കലും സാധിക്കാത്ത ഒന്നാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നുരീദു അൻ നമുന്ന അലൽ ലദീന സ്തുദ്ഇഫു ഫിൽ അർള് വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. ഭൂമിയിലെ പാവപ്പെട്ടവൻ, ദുർബലൻ, അടിച്ചമർത്തപ്പെട്ടവൻ, മുസ്തലാഫ്, ആ ദുർബലന് നന്മ നേരാൻ നാം ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, അവന് ഭൂമിയുടെ നേതാവായി, അവൻ ഭൂമിയുടെ അനന്തരാവകാശിയായി മാറുക എന്ന് പറയുന്ന ആത്യന്തികമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവിടെ അതിനു മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ഒരു ഭീകരനായ ഭരണാധികാരിയെ കുറിച്ചാണ്. ആ ഭീകരനായ ഭരണാധികാരിയാണ് ഫറോവ. ഇന്ന ഫിറഔന അലാ ഫിൽ അർള്, ഭൂമിയുടെ ആധിപത്യം ഏറ്റെടുത്തവൻ, എന്നിട്ട് ഭൂമിയിലെ മനുഷ്യരെ വേർതിരിച്ചവൻ. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് തന്ത്രമായിരുന്നില്ല. ആ തന്ത്രം നേരത്തെ ചെയ്തയാളാണ് ഫറോവ. ആ ഫിറഔനെ കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, ആളുകളെ വേർതിരിച്ച് വർഗീകരിക്കുകയും എന്നിട്ട് ആൺകുട്ടികളെ കൊന്നുകളയുകയും. അങ്ങനെയാണ് ഖുർആന്റെ പ്രയോഗം. യുദബ്ബിഹൂന അബ്നാഅഹും യുദബ്ബിഹു അബ്നാഅഹും, അവരുടെ ആൺകുട്ടികളെ കൊന്നുകളഞ്ഞു. വയസ്തഹീ നിസാഅഹും, അവരുടെ സ്ത്രീകളെ അപമാനിച്ചു കളഞ്ഞു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ വലിയ കുഴപ്പത്തിൽപ്പെട്ടയാളാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ആ അർത്ഥത്തിലെ ഭീകരനായ ഭരണാധികാരിയെയും മുട്ടു കുത്തിച്ച ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ ഈ ചോരകൾ വീഴ്ന്ന് കുതിർന്ന ഈ ഗസയിൽ നിന്ന് നാളെ കേൾക്കേണ്ടി വരുന്നത് ഈ വിമോചനത്തിൻ്റെ മനോഹരമായ തക്ബീർ ധ്വനിയായിരിക്കും എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല. അത് മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിന് മനുഷ്യ വിമോചനത്തിൻ്റെ ചരിത്രത്തിൽ എമ്പാടും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ആ വലിയ അർത്ഥത്തിലുള്ള ഒരു നീതിബോധത്തിൻ്റെ കൂടെ നിൽക്കാൻ എല്ലാ മനുഷ്യർക്കും കഴിയണം. അവിടെ ഏതെങ്കിലും പ്രത്യേക ജാതിയോ മതമോ ഭേദങ്ങളില്ല. ഇന്ത്യ അങ്ങനെയായിരുന്നു, ഇന്ത്യ അങ്ങനെയായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യ അങ്ങനെയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ കാലത്ത് അങ്ങനെയായിരുന്നു, നെഹ്റുവിൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു, രാജീവ് ഗാന്ധിയുടെ കാലത്ത് അങ്ങനെയായിരുന്നു, ഇന്ദിരയുടെ കാലത്തും അങ്ങനെയായിരുന്നു. ഇപ്പോൾ വലിയ ഒരു ഫ്രണ്ടിൻ്റെ കാലത്ത് നമ്മൾ കാണുന്നത് ഈ ഭീകരമായ നരവേട്ടയുടെ മുമ്പിൽ അതൊന്നും കേൾക്കാതെയും കാണാതെയും ജീവിക്കുന്ന പ്രധാനമന്ത്രിയുടെ, ഭരണാധികാരിയുടെ കാലം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. ഇന്ത്യയുടെ വല്ലാത്തൊരു മനോഹരമായ അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ജീവന് വേണ്ടി പിടയുന്നവൻ്റെ മുമ്പിൽ ഏറ്റവും ശക്തമായ വാക്കുകൾ ഉച്ചരിച്ചു എന്നതാണ്. രാമായണത്തിൻ്റെ തുടക്കം അങ്ങനെയാണ്, മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ യദ് ക്രൗഞ്ചമിഥുനാദ് ഏകം അവധീഹി കാമമോഹിതം എന്നാണ്. പ്രണയബദ്ധരായി ചുണ്ടുരുമ്മി നിൽക്കുന്ന ക്രൗഞ്ചമിഥുനങ്ങളിൽ നിന്ന് ആൺകിളിയെ കൊന്നുകളഞ്ഞതിൻ്റെ പേരിൽ നീ ജീവിതത്തിൽ എല്ലാ കാലത്തെയും അഭിശപ്തനായി മാറിപ്പോകട്ടെ എന്ന പ്രാർത്ഥന നടത്തുകയാണ് ചെയ്തത്. ആ പ്രാർത്ഥനയാണ് ഇന്ത്യയുടെ മനോഹരമായ അതിൻ്റെ സാഹിതീയ മണ്ഡലത്തിലെ അതിൻ്റെ ഐതിഹാസികമായ ഇതിഹാസം എന്ന് പറയാവുന്ന ഒന്നാമത്തെ രാമായണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ലോക മനസാക്ഷി ഉണർന്നു കഴിഞ്ഞു. ഇറ്റലിയിൽ, ഇറാഖ്, പിന്നെ ബ്രിട്ടനിൽ, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നിരന്തരമായി യൂറോപ്യൻ രാജ്യങ്ങളിലെ മനുഷ്യർ ഭരണാധികാരികളെ കൂടാതെ എഴുന്നേറ്റ് നിന്ന് അവർ ശക്തമായി പറയുമ്പോൾ ഇവിടെ ഈ ഒരു സാഗരത്തിൻ്റെ മറുഭാഗത്തായി ഇവിടെ കൂടിയിട്ടുള്ള മനുഷ്യസാഗരം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ അർത്ഥത്തിലുള്ള ഈ നരമേധം അവസാനിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രമല്ല, ആ ഗസയിലെ കുഞ്ഞുങ്ങൾ പൂ പോലെ ചിരിക്കുന്ന ഒരു കാലം, ഒരു പുലരി വരിക തന്നെ ചെയ്യും. ആ കാലത്തിനാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നിരന്തരമായ കർമ്മവും എന്ന് ബോധ്യപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.